അയാൾ എവിടെ പോയതെന്നറിയോ? ആർക്കറിയാം. ഒന്ന് പോകുന്നുണ്ടോ നീ? ഇങ്ങനെ ദിവസം പത്രം വായിച്ച് കേൾപ്പിക്കണമെങ്കിൽ നീ എനിക്ക് ശമ്പളം തരണം. ആ, മാസം 30 രൂപ ശമ്പളോ? ശരി, 30 30. പക്ഷെ മാസം തോറും 1-ാം തീയതി എന്റെ കയ്യിൽ ശമ്പളം കിട്ടും. ആ, ഇത് നമ്മുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഓ, ഇത് വായിക്കണോ? തളർന്ന കൈ പിടിച്ച് രാഷ്ട്രപതി ജസ്ഫറിന് ധന്യ നിമിഷം. കോഴിക്കോട്. എന്റെ ജീവിതത്തിലെ വലിയൊരു നിമിഷമാണിത്. ആഹ്ലാദവും അഭിമാനവും നിറഞ്ഞ മനസ്സോടെ മലപ്പുറം കോട്ടക്കുന്ന് ജസ്ഫർ പറഞ്ഞു. കൈകാലുകൾ തളർന്ന ജസ്ഫർ വായുകൊണ്ട് വരച്ച ചിത്രം രാഷ്ട്രപതി ഏറ്റുവാങ്ങിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ജസ്ഫർ. സന്തോഷമായി. രാഷ്ട്രപതിക്ക് നൽകാൻ വായുകൊണ്ട് വരച്ച ചിത്രവുമായി കാത്തിരിക്കുന്ന ജസ്ഫറിന്റെ കഥ കഴിഞ്ഞ ദിവസം മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം ജസ്ഫറിനെ കണ്ടത്. ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിയ ഡോക്ടർ കലാം മുൻനിരയിലിരുന്ന ജസ്ഫറിന്റെ സമീപത്തേക്ക് വന്നു. ചിത്രം ഏറ്റുവാങ്ങിയ ശേഷം താൻ ഒപ്പിട്ട കാർഡ് ജസ്ഫറിന് കൈമാറി. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പത്രം വായിച്ച് വിവരങ്ങൾ അറിയാനുള്ള നിന്റെ താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അടുത്ത ജന്മം ദൈവം നിനക്ക് ഒരു കുറവും ഉണ്ടാക്കില്ല കുട്ടാ. വരും ജന്മത്തിൽ നീയും ഒരു ശാസ്ത്രജ്ഞനായി പിറക്കട്ടെ.